ഞാനൊരു കഥ പറയാം. ഈ ഒരു ഈ ഒരു കഥ എന്നാണോ ഇതിനെ ഒരു ഇൻസിഡന്റ് എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനൊരു കാര്യം അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. ഓക്കെ. എൻ്റെ ഒരു സുഹൃത്തിന് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. പെൺകുട്ടിക്കാണ്. അപ്പോൾ അവരുടെ ഒരു ദിവസം അവർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ഒരാൾ ആ കുട്ടിയോട് അവരുടെ മനസ്സിലുണ്ടായ സ്നേഹം, ഇഷ്ടം തുറന്നു പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ കാര്യം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തുടക്കത്തിലൊന്നും പുള്ളിക്കാരനോട് തിരിച്ച് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എത്രത്തോളം കാലം പോകുമെന്ന് അല്ലെങ്കിൽ ഒരു പറ്റിക്കലാണോ എന്നൊക്കെ അറിയുന്നവരെ ഇവർ ചാറ്റിങ്ങും കോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊരു തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ജസ്റ്റ് ഇവൻ്റെ ഈ ഒരു കാര്യം സത്യമാണ് വരാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, എനിക്കിഷ്ടമാണ് എന്നുള്ള കാര്യം ഇവിടെ തുറന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ദിവസം അവർ കുറച്ചുകൂടെ മുമ്പ് അത്രയും കാലം ഉണ്ടായിരുന്ന സ്റ്റാരിങ്ങിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള നല്ല റിലേഷൻഷിപ്പ്, നല്ല മൊമെൻറ്റ്സ് ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഇവരോട് പറഞ്ഞു, എൻ്റെ സാലറി വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആകും, അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഓഫർ കഴിയാനായിട്ടുണ്ട്, എനിക്കൊന്ന് റീചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി റീചാർജ് ചെയ്ത് കൊടുത്തു അവന്. അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് എന്ത് നടന്നു, ഈ പെങ്കൊച്ചിൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഏതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്, ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്, ആ സോഷ്യൽ മീഡിയയിലെല്ലാം എന്ത് ചെയ്തു, പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്തു. നേരിട്ട് കാണാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്, പക്ഷേ എങ്കിലും ഇവിടെ അവർ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പക്ഷെ ഇവൾക്ക് മനസ്സിൽ തോന്നിയൊരു വിഷമമുണ്ട്. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് പോയുടെ വിഷമമല്ല, അവൻ എന്തിനായിരുന്നു എന്നോട് ഇത് ചെയ്തെന്നുള്ളതിൻ്റെയാണ്. കാരണം വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും അവനെ വിശ്വസിച്ച് തുടങ്ങിയായിരുന്നു ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ജനുവിനായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ പെങ്കൊച്ചിന്. അപ്പോൾ അതാണ് പറഞ്ഞത്, ചിലപ്പോൾ ഇതേ സാഹചര്യങ്ങൾ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് കടന്നു പോയിട്ടുണ്ടാകും. അതായത് നമ്മൾ അത്രയും അധികം വിശ്വസിക്കുന്ന ഒരാൾ നൈസായിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ചു പോകുന്ന രീതിയില്ലേ, മനസ്സിലായി. പൈസ പോലെ കാര്യമില്ല, ഒരാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അതായത് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളാണ്. ശരിക്കും ഒരാളെ പറ്റിക്കാൻ വേണ്ടി നല്ല സിമ്പിളാണ്. പ്രത്യേകിച്ച് വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ പറ്റിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ നിർത്തിയാണ്, നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ, സ്നേഹിക്കാൻ അറിയുന്ന ആളുകളെ പറ്റിക്കുന്നത് അല്ലേ? നമുക്ക് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ.